ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും വന്യനായ നമ്മുടെ പരിമല സെമിനാരി മാനേജർ എൽദോ അച്ഛൻ, ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ, ജെറിനച്ഛൻ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പരിശുദ്ധ ആലയത്തിൽ കടന്നു വരുവാൻ, തിരുവചനം ധ്യാനിപ്പാൻ ദൈവം തന്ന അവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനം കേൾക്കുന്നതും വചനം കേൾപ്പിക്കുന്നതും വചനം പ്രമാണിക്കുന്നതും ഭാഗ്യമാണ്. വെളിപ്പാട് പുസ്തകം പ്രാരംഭാധ്യായത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വചനങ്ങൾ കേൾക്കുന്നവൻ, ഈ വചനങ്ങൾ കേൾപ്പിക്കുന്നവൻ, ഈ വചനങ്ങൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആരാണ് ഈ ലോകത്ത് ഭാഗ്യവാൻ? സ്വത്ത് സമ്പാദിക്കുന്നവനാണോ? ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുന്നവനാണോ? അല്ല. ലോട്ടറി അടിക്കുന്നവനാണോ? അല്ല. ഭാഗ്യവാൻ ആരാണ്? തിരുവചനം, ലോകമഴിഞ്ഞാലും അഴിയാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവൻ. കേൾക്കുന്നത് തന്നെ ഭാഗ്യമാണ്. കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. അവയെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവർ, ഈ വചനം നമ്മെ നയിക്കും, നമ്മെ ലക്ഷ്യം തെറ്റാതെ നമ്മെ കൊണ്ടെത്തിക്കും. നമുക്ക് ധൈര്യം പകർന്നു തരുന്നത് വചനമാണ്. ഈ കേൾക്കുന്ന വചനത്തിൻ്റെ ഒരു വാക്കായിരിക്കാം ഒരുപക്ഷെ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. 1 മണിക്കൂർ സമയം ഇവിടെ ധ്യാനമുണ്ടെങ്കിലും എല്ലാം ഒന്നും നമ്മുടെ ഹൃദയത്തിൽ പതിയത്തില്ല, അത് സത്യമാണ്. പക്ഷേ നാം കേൾക്കുന്ന വചനത്തിൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകമായിരിക്കാം നമ്മെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്, നമുക്ക് നന്മ പകർന്നു തരുന്നത്. ഞാൻ മിക്കപ്പോഴും ജയിലിൽ മിനിസ്ട്രി ആയിട്ട് പോകാറുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മിക്കപ്പോഴും പോയി അവിടെ സുവിശേഷം പറയാറുണ്ട്. അവിടെ കഴിയുന്ന 1300 ചില്ലുവാനും തടവുകാരോട് പല സന്ദർഭങ്ങളിലും അവരെ കുമ്പസാരിപ്പിക്കുവാനും, അവർക്ക് ലഘുലേഖകൾ കൊടുക്കുവാനും, ബൈബിൾ വിതരണം ചെയ്യുവാനും, അവരോട് സുവിശേഷം പറയുവാനും, ദിവ്യബലി അർപ്പിപ്പാനും ഒക്കെ എനിക്ക് അവസരങ്ങൾ ദൈവം തരുന്നു. ഒരിക്കല് ഒരു 1000-800 പേരിലധികമായി കൂടിയിരുന്ന തടവുകാരോട് ഞാൻ സുവിശേഷം പറഞ്ഞു. എന്നാൽ സമർപ്പണ പ്രാർത്ഥന സമയത്ത് ഞാൻ അവരെ ഒരു വാക്യം പഠിപ്പിച്ചു. ഈ തടവറയ്ക്കുള്ളിലും യേശുവുണ്ട്. ബന്ധുമിത്രാദികൾ നിങ്ങളെ കൈവിട്ടാലും, ചാർച്ചക്കാർ നിങ്ങളെ കൈവിട്ടാലും, സ്നേഹിതർ നിങ്ങളെ കൈവിടിഞ്ഞാലും ഒരിക്കലും യേശുക്രിസ്തു നിങ്ങളെ കൈവിടുകയില്ല. പത്രോസ്ലീഹായെ 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് ദൈവദൂതൻ കടന്നു എന്ന് ധൈര്യപ്പെടുത്തിയ പ്രകാരം ഈ തടവറയ്ക്കുള്ളിലും കടന്നു വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ഞാനവരെ ഒരു വാക്യം പഠിപ്പിച്ചത് ഇതാണ്: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഒരു സ്ത്രീക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുകയില്ല. അഥവാ ചില സാഹചര്യങ്ങളിൽ മറന്നാലും ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അനവധി ലെറ്ററുകൾ വരാൻ തുടങ്ങി, ഇതുപോലെ പോസ്റ്റ് കാർഡിൽ. അതിലൊരുവൻ തടവറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് എഴുതിയിരിക്കുന്നു: ബഹുമാനപ്പെട്ട അച്ഛ, പലമാതിരി വ്യഥയുമായി വ്യസനിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന എൻ്റെ മനസ്സിന് പുളകമണിയിക്കുന്ന ഒന്നായിരുന്നു അങ്ങയുടെ സന്ദേശം. നിരാശയുടെയും വേദനയുടെയും നടുവിൽ ഉറ്റവരും ഉടയവരും കൈവിട്ട സാഹചര്യത്തിൽ നമ്മെ കർത്താവ് ആഴത്തിൽ സ്നേഹിക്കുന്നു എന്ന മഹത്തായ വാക്യം എൻ്റെ ഹൃദയത്തിൽ വളരെ കരുത്തോടെ തറച്ചു. സത്യത്തിൽ എല്ലാവരും കൈവിട്ട്, എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥനെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു നിർഭാഗ്യവാനാണ് ഞാൻ.
യേശു എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം എന്നിൽ പ്രതീക്ഷ ഉണർത്തുന്നു. അങ്ങയുടെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്നെയും കൂടി ഓർക്കണമേ എന്ന് ജോസഫ് ചാക്കോ, സെൻട്രൽ ജയിൽ, പൂജപ്പുര. ഇതുപോലെ അനവധി ലെറ്ററുകൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്നു. ജോസഫ് ചാക്കോയെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ചോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തെറ്റ് ചെയ്തു പോയി. പക്ഷേ ജീവപര്യന്തം തടവിലായി ഞാൻ ഇതിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. 9 വർഷമായി. ഇന്നയോളം എന്നെ പരോളിലിറക്കാനോ എന്നെ കാണാനോ എൻ്റെ ബന്ധുമിത്രാദികൾ വന്നിട്ടില്ല. എൻ്റെ സഹതടവുകാരൊക്കെ പരോളിൽ പോകുമ്പോൾ ഞാൻ നിർനിമേഷനായി നോക്കി നിൽക്കാറുണ്ട്. എന്നെ എല്ലാവരും കൈവിട്ടോ എന്നുള്ള ആകുലതയോടെ ഞാൻ മരിച്ചാൽ മതി എന്ന സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് അച്ഛന്മാരുടെ വരവ്. ആ വാക്യം എന്നെ ഏറെ സ്പർശിച്ചു. അച്ചോ, അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, എനിക്ക് ജീവിക്കണം. ആർക്കു വേണ്ടി? എൻ്റെ കർത്താവിന് വേണ്ടി. ഞാൻ ഈ മദ്ബഹായുടെ മുമ്പിൽ നിന്ന് പറയുക, അതിലൊരു വാക്കോ ഞാൻ കൂട്ടിയിട്ടില്ല. എനിക്ക് ജീവിക്കണം. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു യേശുനാഥനുണ്ട്. ആ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആ വലിയ സാക്ഷ്യം ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് കേട്ടതാണ്. അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈ ഒറ്റ വാക്യമാണ്. ഞാൻ പറഞ്ഞു വന്നതാണ്, ഒരു വാക്യമാവാം, ഒരു വാചകമാകാം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, നമുക്ക് ആശ്വാസം പകരുന്നത്. എല്ലാം ഒന്നും നമുക്ക് ആശ്വാസം പകരുന്നില്ല എങ്കിലും, അത് ഹൃദയത്തിൽ പതിയത്തില്ലെങ്കിലും, ആ ഒറ്റ വാക്യമാവാം നമുക്ക് നീറുന്ന മനസ്സുകൾക്ക് സന്തോഷമേകുവാൻ, സങ്കടത്തോടെ കടന്നു വന്നവർക്ക് ആശ്വാസം പകരുവാൻ ഒറ്റ വാക്യമാവാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുവേ, ഇന്ന് ഈ വെള്ളിയാഴ്ചയുടെ ഈ പകൽക്കാലം ഞാൻ തിരുസന്നിൽ കടന്നു വന്നിരിക്കുന്നു. എന്നോട് സംസാരിക്കണമേ, എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ, എൻ്റെ ആകുലതകൾ മാറ്റണമേ, എനിക്ക് നല്ല ഭാവി തരണമേ, എൻ്റെ ഉത്കണ്ഠ മാറ്റണമേ, എനിക്ക് നല്ല പ്രത്യാശ തരണമേ, നല്ല വീറോടെ ഉന്മേഷത്തോടെ കർത്തവ്യബോധത്തോടുകൂടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം എന്നെ സജ്ജനാക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് എന്ന തത്വചിന്തകൻ, നല്ല ഭക്തനാണ് അദ്ദേഹം, ഒരു നല്ല സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാചകം എൻ്റെ മനസ്സിൽ ഏറെ പതിച്ചു. അദ്ദേഹം ഈ സമൂഹത്തെ നോക്കിക്കൊണ്ട്, ഇന്നത്തെ അരക്ഷിതാവസ്ഥ കണ്ടുകൊണ്ട്, കലഹങ്ങളും യുദ്ധങ്ങളും കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, മനുഷ്യർ തമ്മിൽ തമ്മിൽ ചേർച്ചയില്ലാത്തതിന് കാരണം, മനുഷ്യർ തമ്മിൽ തമ്മിൽ കലഹിക്കുന്നതിന് കാരണം, മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാത്തതിന് കാരണം, അദ്ദേഹം പറയുന്നു, അവൻ അവനിൽ തന്നെ ചിത്രിച്ചിരിക്കുന്നു. അവൻ അവനിൽ തന്നെ ചിത്രിച്ചിരിക്കുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നു, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തോടുള്ള അകൽച്ചയല്ലാതെ മറ്റൊന്നുമല്ല. എത്ര ശ്രേഷ്ഠമായ വാക്കുകൾ! ഇന്ന് മനുഷ്യൻ തമ്മിൽ തമ്മിൽ പിണങ്ങിയിരിക്കുന്നതിന് കാരണം, സംസാരിക്കാത്തതിന് കാരണം, വിട്ടുവീഴ്ച മനസ്ഥിതിയില്ലാത്തതിന് കാരണം, ക്ഷമയില്ലാത്തതിന് കാരണം, അവൻ അവനിൽ തന്നെ ചിത്രിച്ചിരിക്കുന്നു. ഇതിന് കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തോടുള്ള അകൽച്ചയാണ്. വചനം പഠിക്കാനുള്ള താല്പര്യമില്ലായ്മയാണ്. വചനം ഹൃദയസ്ഥമാക്കാനുള്ള ഉത്സാഹക്കുറവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്നത് ഭാഗ്യകരമായ ഒരനുഭവമാണ്. കർത്താവ് താൻ ശിഷ്യൻ ഗണങ്ങളോട്, അവിടുന്ന് പുരുഷാരത്തോട് പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലുണ്ട്. ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ആന്തരികമായും ബാഹ്യമായും നമ്മിലുള്ള എല്ലാ കന്മഷങ്ങളെയും ദൂരീകരിക്കുവാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന
ദൈവത്തിന് നിരക്കാത്ത ചിന്തനങ്ങളെ മാറ്റുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. സന്ധി മജ്ജകളെയൊക്കെ തുളച്ചു കയറി, അങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, എക്സ്റേ രശ്മി പോലെ തുളച്ചു കയറി പരിവർത്തനം വരുത്തുവാൻ മതിയായവയാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. അപ്പോസ്തലരുടെ പുസ്തകത്തിലുണ്ടല്ലോ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ വാക്കുകൾ കേട്ട് പുഴവക്കത്ത് രക്താംബരം വിൽക്കുന്ന ലുദിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കണം. അതിനായി സമയം കണ്ടെത്തണം, ഉത്സാഹിക്കണം. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും, ക്രിയ ചെയ്യും. ഈ വചനം ഹൃദയത്തിൽ ക്രിയ ചെയ്യും. ആദിയിൽ വെള്ളത്തിന്മേൽ പരിശുദ്ധ റൂഹ പരിവർത്തിച്ചതുപോലെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, സമാധാനം തരുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. അത്രയ്ക്ക് പവർഫുൾ ആണ് വചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. 45 സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്, എന്റെ ഹൃദയം ശുഭവചനം കൊണ്ട് നിറയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ നാവ് സമൃദ്ധനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ. കോരഹപുത്രന്മാർ പ്രാരംഭത്തിൽ വചനം ഹൃദയത്തിൽ പതിപ്പിച്ചിട്ട് അവർ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാചകമുണ്ട്. എന്താ അറിയാമോ? നീ 10,000 സുന്ദരൻ, മനുഷ്യപുത്രന്മാരിൽ നീ അതിസുന്ദരൻ. കണ്ടോ? 45 സങ്കീർത്തനം പൊതുവെ മണവാളനായ യേശുക്രിസ്തുവിനെ, മണവാട്ടിയായ ക്രിസ്തു സഭയെയും പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണ്, സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണ്. ഇവിടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കുവാൻ കോരഹപുത്രന്മാർക്ക് സാധിച്ചതിന്റെ അടിസ്ഥാന രഹസ്യം മറ്റൊന്നുമല്ല, ഹൃദയത്തിൽ വചനം നിറഞ്ഞു. വചനം നിറച്ചതുകൊണ്ടാ നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനെന്ന് പറയുവാൻ കാരണം. പ്രിയമുള്ളവരെ, ആമുഖവാക്കുകൾ ഞാൻ നിർത്തുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ ഒരു വചനമാണ്, ഒരു വാക്യമാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ആ വാക്യം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. നഹൂം പ്രവാചകന്റെ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഉള്ളടക്കം ഒന്ന് പറയാം. ന്യായാധിപതിയായ യഹോവയാം ദൈവത്തിന്റെ സ്വഭാവം, നിനവയുടെ ശിക്ഷാവിധി, നിനവയുടെ ഉപരോധം സംബന്ധിച്ചുള്ള വിവരണം, നിനവെ പട്ടണം നശിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ തീരുമാനം, അതാണ് എൻ്റെ ഉള്ളടക്കം. നഹൂം പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, തീഷ്ണതയും പ്രതികാരവും ഉഗ്രകോപവുമുള്ള ദൈവത്തിന്റെ സ്വഭാവം ഒരു ഭാഗത്ത് അങ്ങനെ വിവരിക്കുമ്പോൾ, മറുഭാഗത്ത് ദൈവത്തിന്റെ മഹാശക്തിയും ദീർഘക്ഷമയും കരുതലും അവിടെ കാണുവാൻ കഴിയും. ഒരു ഭാഗത്ത് പ്രതികാര ചിന്തയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം, മറുഭാഗത്ത് ദൈവത്തിന്റെ ദീർഘക്ഷമ. ദൈവം ദീർഘക്ഷമയുള്ളവനാ. വിവാഹ ശുശ്രൂഷയുടെ 2-ാം ഭാഗത്തിലെ സദറായിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ദീർഘക്ഷമയും ദയയും കാണിക്കുന്നു. കണ്ടോ? ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ദീർഘക്ഷമയും ഉദാസീനതയും കാണിക്കുന്നു.
നന്മ ചെയ്യുവാൻ തിടുക്കമുള്ളവനായി മാറുന്നു. പക്ഷേ ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ ദീർഘക്ഷമയും ഉദാസീനതയും കാണിക്കുന്നു. എന്നെ ഏറെ ആകർഷിച്ച ഒരു വാക്യമാണത്, ഒരു ഭാഗമാണ്. പ്രിയമുള്ളവരെ, ചേർത്തു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിബന്ധനകളാലല്ല, പാപികളെ ചേർത്ത് നിർത്തും, പശ്ചാത്തപിക്കുന്നവരെ ചേർത്ത് നിർത്തും, അനുദപിക്കുന്നവരെ ചേർത്ത് നിർത്തും. അതിനുപോലുബലകമായ ഒരു വേദഭാഗമുണ്ട്. ഒലിവുമല താഴോട്ട് ഇറങ്ങി വന്ന് ഗത്സമനത്തോട്ടത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് യേശു തമ്പുരാൻ യെരൂശലേമിനെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിങ്ങളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണമെന്നാണ്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകനെയോ മകളെയോ ദൈവം കൈവിടുകയില്ല. എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമാണെങ്കിലും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും, കൈവിടുകയില്ല, ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. പിശാച് അലർന്ന സിംഹം പോലെ പാഞ്ഞു കിടക്കുക. സംഹാരകൻ വരുന്നത് സംഹരിക്കുവാനാണ്, അല്ല നമ്മളെ ഉമ്മവെക്കാനല്ല. സംഹാരകൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സംഹരിക്കുന്നവനെന്നാണ്, അല്ലേ? സംഹാരകൻ നിനക്കെതിരെ, അവിടെ പറയുന്ന പേഴ്സണൽ മുന്നറിയിപ്പാണ്, അല്ലേ? നിങ്ങൾക്കെതിരെ എന്നല്ല, നിനക്കെതിരെ വ്യക്തിപരമായുള്ള മുന്നറിയിപ്പാണ് ദൈവം തരുന്നത്. നിനക്കെതിരെ നീ ദൈവത്തോട് എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കുവാൻ പാഞ്ഞു നടക്കുന്ന ശത്രുവായ സാത്താൻ, സംഹാരകൻ, ഇതൊന്നും അറിയാതെ കർത്താവിനോട് ചേർന്ന് നടന്ന ശിഷ്യഗണങ്ങളെ തറപറ്റിക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കാണാം, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ സീനിയറായ ശീമോൻ പത്രോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക, ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. പക്ഷേ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പത്രോസ് അറിയുന്നില്ലതൊന്നും. പക്ഷേ നാം അറിയണം, നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, ശത്രുവായ സാത്താൻ. അവൻ പല തന്ത്രങ്ങളും മെനയും, പ്രലോഭനത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കും. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുവാനാണ് അവൻ വരുന്നത്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുവാനാണ് അവൻ ശ്രമിക്കുന്നത്. സംഹാരകൻ നിനക്കെതിരെ വരുന്നു. ഒരു പിതാവ് ഒരിക്കൽ പറയുണ്ടായി, കീപ് യുവർ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് അൺടച്ചബിൾ. എന്താ? കീപ് യുവർ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് അൺടച്ചബിൾ. ശത്രു സ്പർശിക്കാതിരിപ്പാൻ, ശത്രു തൊടാതിരിപ്പാൻ നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്റെ പ്രാണനെയും നിന്റെ ദേഹിയെയും നീ സൂക്ഷിക്കണം. ശത്രു നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്നവനാണ്. അവൻ നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവനാണ്. അവൻ നമ്മെ താളടിയാക്കാൻ ശ്രമിക്കുന്നവനാണ്. ഈ ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം നേടുവാൻ തക്കവണ്ണം നമുക്കിടയാക്കണം. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ദൈവം പോംവഴിയും തന്നിട്ടുണ്ട്. അതിന്
എന്തോ ചെയ്യണമെന്ന്. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈ മുന്നറിയിപ്പ് വ്യക്തിപരമായി തന്നുകൊണ്ട് കർത്താവ് പറയുക, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. എന്ത് ചെയ്യണം? 1, കോട്ട കാത്തുകൊള്ളുക. കോട്ട കാത്തുകൊള്ളണം. നമുക്ക് ചുറ്റുമുള്ള കോട്ട തകരാതിരിപ്പാൻ ശ്രദ്ധിക്കണം. ഈ കോട്ട എന്തിനാ? അത് ശക്തിയെയും സംരക്ഷണത്തെയും കുറിക്കുന്നതാണ് ഈ കോട്ട എന്ന് പറയുന്നത്, അല്ലേ? കോട്ട. നമ്മളൊക്കെ വീട് പണിയുമ്പോൾ, വീട് പണിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ചിലരൊക്കെ മതിൽ പണിയും. ആരും കയറണ്ട. കോട്ട സംരക്ഷണത്തിന് വേണ്ടിയാണ്. ദേവാലയത്തിന് ചുറ്റും മതിൽ പണിയും, രാജ്യത്തിന് ചുറ്റും മതിൽ പണിയും, വലിയ വലിയ മതിലുകൾ പണിയും, കിടങ്ങുകളൊക്കെ ഉണ്ടാക്കും. ശത്രു കയറാതിരിപ്പാൻ വലിയ കോട്ട പണിയും. ശത്രുവായ സാത്താൻ കയറാതിരിപ്പാൻ കോട്ട പണിയണം. നമുക്ക് ചുറ്റും ഒരു കോട്ട ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ശക്തിപ്പെടുത്തണം. അത് തകർന്നു പോകരുത്. കോട്ട തകർന്നാൽ ചെറിയ പഴുതുമതി, പിശാച് കയറും. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ആ പാട്ട് എനിക്കേറെ ഇഷ്ടമാണ്. പഴുതു നോക്കി നിൽക്കുന്നുണ്ട് പഴയ പാമ്പാകും, സാത്താൻ വിഴുങ്ങുവാനായി ചുറ്റിത്തിരിയും അലറും സിംഹം പോൽ. പ്രാർത്ഥനയ്ക്ക് ബോധവാന്മാരായി മേവിടാം, ഇന്നു സ്തോത്രത്തിൽ കവിഞ്ഞപ്പോഴും ജാഗരിച്ചിടാം. കണ്ടോ? പഴുതു നോക്കി നിൽക്കുന്ന പഴയ പാമ്പ്, പഴുതു നോക്കി നിൽക്കുന്നുണ്ട് പഴയ പാമ്പാകും, സാത്താൻ വിഴുങ്ങുവാനായി ചുറ്റിത്തിരിയും അലറും സിംഹം പോൽ. പ്രാർത്ഥനയ്ക്ക് ബോധവാന്മാരായി മേവിടാം, ഇന്നു സ്തോത്രത്തിൽ കവിഞ്ഞപ്പോഴും ജാഗരിച്ചിടാം. പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാകുന്ന കോട്ടകൾ കെട്ടണം, ഉപവാസമാകുന്ന കോട്ടകൾ കെട്ടണം. ശത്രു കടക്കാതിരിപ്പാൻ പ്രാർത്ഥനയാകുന്ന കോട്ടകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ചരിത്രം പഠിച്ചിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ എന്നെ ഏറെ ആകർഷിച്ച ഒരു സംഭവം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് പഠിച്ചത്. BC 3-ാം നൂറ്റാണ്ടിൽ ചൈനയുടെ പ്രതാപശാലിയായ രാജാവ് ഷിഹാങ്ദി, ചരിത്രം പഠിച്ചവർക്കറിയാം, ഷിഹാങ്ദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഷിഹാങ്ദി ചക്രവർത്തിയെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു വർഗമുണ്ടായിരുന്നു അവിടെ, ഹൂണവർഗം എന്ന് പറയും. ഹൂണന്മാര്, ഹൂണവർഗം എപ്പോഴും ശല്യത്തിന് വരും. ഇന്ത്യയെ എപ്പോഴും ഉപദ്രവിക്കുന്ന പാകിസ്ഥാനെ പോലെ. അവർക്കതൊരു ഹോബിയാണ്. നമ്മുടെ സ്വൈര്യത കെടുത്തുവാൻ എപ്പോഴും ശ്രമിക്കുന്ന ചിത്രശക്തികൾ. ഇവിടെ ഹൂണവർഗം ഷിഹാങ്ദി ചക്രവർത്തിയെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷിഹാങ്ദി ചക്രവർത്തിക്ക് ഒരു ബുദ്ധി തോന്നി, ഒരു വലിയ മതിലും കെട്ടുക എന്നുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തറിയാമോ? ഹൂണവർഗത്തെ പരാജയപ്പെടുത്തുവാൻ അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യമാണ് ചൈനയുടെ വൻമതിൽ. ബഹിരാകാശത്ത് പോയി ഭൂമിയുടെ ഫോട്ടോ എടുത്താൽ ഇന്നും കാണുന്ന ഒരേ ഒരു കാര്യം 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഈ വൻമതിലേ കാണാൻ പറ്റത്തുള്ളൂ. വൻമതിൽ കാണാൻ പറ്റും, ഇന്നും കാണാം ചൈനയുടെ വൻമതിൽ. അതിൻ്റെ നീളം 800 മൈൽ നീളമാണ്. അതിൻ്റെ ഹൈറ്റ്, പൊക്കം 22 അടി പൊക്കമാണ്. അതിൻ്റെതായ വീതി 12 വർഷങ്ങൾ കൊണ്ട് പണിതു. 800 മൈൽ നീളം, 22 അടി ഹൈറ്റ്, അതിൻ്റെതായ വീതി. ഈ മതിലിലൂടെ വാഹനങ്ങൾ പോകും. ഒരിക്കലും ശത്രു ആക്രമിക്കരുത്. ഹൂണവർഗത്തെ പരാജയപ്പെടുത്തുവാൻ ഷിഹാങ്ദി ചക്രവർത്തി ചെയ്ത വലിയൊരു പരിപാടിയാണ്. ഇന്നുവരെ അത് ഇടിഞ്ഞു പോയിട്ടില്ല. ശത്രുവിനെ പ്രതിരോധിക്കുവാൻ ദൈവം തന്ന ആയുധമാണ് പ്രാർത്ഥനയും ഉപവാസവും.
പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. ഒരു കൈയിൽ പ്രാർത്ഥന, മറുകൈയിൽ ഉപവാസം. ഒരു വിശുദ്ധൻ പറയുകയുണ്ടായി, prayer is the only weapon that enemy cannot duplicate. Prayer and fasting are the only weapon that enemy cannot duplicate എന്ന് അദ്ദേഹം പറഞ്ഞു. അർത്ഥം, പിശാചിന് അനുകരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന, ഉപവാസം. പിശാചിന് പ്രസംഗിക്കാം, വചനമെടുത്തവൻ സംസാരിക്കും. അതുകൊണ്ടല്ലേ കർത്താവിനെ പരീക്ഷിക്കാൻ ചെന്നപ്പോൾ അവൻ വചനമാ പറഞ്ഞത്. ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ നീ കൽപ്പിക്ക, ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുവല്ലോ എന്നൊക്കെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാവും പറഞ്ഞത്. വചനം എടുത്തവൻ പ്രസംഗിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നാവും പറഞ്ഞത്. അവന്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, പക്ഷേ ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ വയ്യ. അവൻ പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല. അതുകൊണ്ട് പിശാചിനെ നിലംപരിശാക്കണമെങ്കിൽ, പിശാച് ഒരുക്കുന്ന കെണികളെ പൊട്ടിച്ചെറിയണമെങ്കിൽ, പിശാചിന്റെ സകല തന്ത്രങ്ങളെയും വരുതിക്ക് നിർത്തണമെങ്കിൽ വീട്ടിൽ ഉപവാസം വേണം, പ്രാർത്ഥന വേണം, ഭക്ഷണം വെടിയണം, മുഴങ്കാൽ മടക്കണം. അനുഗ്രഹത്തിന് നിദാനമായ അത് മാത്രമേ ഉള്ളൂ. മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉയർത്തും. എൻ്റെ വീടിനടുത്തായി താമസിക്കുന്ന ഒരു തമിഴ്നാട് ഫാമിലി എനിക്കറിയാം. അവർ 10-15 വർഷങ്ങൾക്ക് മുമ്പ് താമസിക്കാൻ വന്നവരാ. വീടും കൂടുമൊന്നുമില്ല. അവര് വഴിയറമ്പിൽ ഒരു കുടില് കെട്ടി താമസിക്കുക. അപ്പനും അമ്മയും 2 പെൺകുട്ടികളും. അതില് 2 പെൺകുട്ടികളും മിടുക്കികളാണ്. അരപ്പാവാടൊക്കെ ഇട്ടുകൊണ്ട് അവര് അങ്ങനെ പോകുന്ന കാണാൻ ചന്തമാ. ഒരുത്തിയുടെ പേര് മേരി, ഒരുത്തിയുടെ പേര് കനകം. അവരുടെ ജോലി ആക്രി പെറുക്കുക. വഴി വക്കിൽ കാണുന്ന പാഴ്വസ്തുക്കൾ, അതായത് കുപ്പിയും പാട്ടയും ഒക്കെ പെറുക്കി സഞ്ചിയിലാക്കി ചാക്കിലാക്കി അവർ കൊണ്ടുവിറ്റാണ് ഉപജീവനം അവര് തേടുന്നത്. അവർ വളർന്നു, അക്ഷരമൊന്നും അറിയത്തില്ല. ഈ പെൺകുട്ടികൾ പഠിക്കാൻ പോയിട്ടില്ല, അക്ഷരമൊന്നും അറിയത്തില്ല. പക്ഷേ വീട്ടിലും വരും. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കനകത്തിന്റെ കല്യാണം കഴിഞ്ഞു. കനകത്തെ കല്യാണം കഴിച്ചത് നവീൻ എന്ന പറയുന്ന തമിഴ് പയ്യനാണ്. അപ്പൊ അവർ 3 പേരും കൂടെ പിന്നെ ആക്രി പെറുക്കാൻ തുടങ്ങി. ഞാൻ മിക്കപ്പോഴും വിളിക്കും. അന്നൊരിക്കല് ഈ കഴിഞ്ഞിടെ ഞാൻ വിളിച്ചപ്പോ നവീൻ മാത്രമേ ഉണ്ടായിരുന്നു. നവീനെ ഞാനാണ് കുറിക്കുന്നത്, അവൻ അക്ഷരം അറിയത്തില്ല. തൂക്കം നോക്കുന്നത് ഞാനാ. 17 കിലോ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്ന എത്ര എന്നറിയാവോ? 18 കിലോ എഴുതത്തില്ല. 17 കിലോ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നത് 15 കിലോ എഴുതത്തുള്ളൂ. കാരണം അവൻ കൊണ്ടുവിൽക്കുമ്പോൾ അവന് നഷ്ടം വരരുത്. ഒടുവിൽ തൂക്കി നോക്കി കഴിയുമ്പോൾ ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തുക എഴുതുമ്പോൾ 2400 രൂപ. ഞാൻ എഴുതുന്ന എത്ര എന്നറിയാമോ? 2500 എഴുതത്തില്ല, 2000. കാരണം 400 രൂപ അവന് ഇരിക്കട്ടെ. കൊണ്ടുവിൽക്കുമ്പോൾ അവന് നഷ്ടം വരരുത്. കാരണം അവന് അക്ഷരം അറിയത്തില്ല. എന്നെ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം കെട്ടിപ്പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കനകവും മേരിയൊക്കെ എന്തി? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അപ്പോൾ അവൻ പറഞ്ഞതാ, ഞാൻ നിങ്ങളോട് മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു കേൾക്കണോ? അച്ചോ, ഞങ്ങളൊരു വീട് പണിതു, അതിൻ്റെ പാലുകാച്ചാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ചോദ്യം അടുത്തത്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? വലിയ വീടാണോ? അപ്പോ
അവൻ പറഞ്ഞു 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത വീടാണ്. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, ഈ ആക്രിയൊക്കെ വിറ്റുപെറുക്കി മിച്ചം പിടിച്ച കാശുകൊണ്ടാണോ ഇത് പണിതത്? അവൻ അതിന് മറുപടി പറഞ്ഞില്ല. അതാണ് അവന്റെ പരിജ്ഞാനം എന്ന് പറയുന്നു. ഞാൻ വലിയ ആകാംക്ഷയോട് ചോദിച്ചു, ഇതൊക്കെ മിച്ചം പിടിച്ച കാശാണോ? അപ്പോൾ അവൻ പറഞ്ഞു, കേൾക്കണോ അച്ചോ, എന്റെ ഭാര്യ കനകവും അവളുടെ സഹോദരിയും മേരിയും ഞാനും വെളുപ്പങ്കാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ഞങ്ങളൊരു പാവരിച്ചിട്ടിട്ട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു, കേൾക്കണോ, കർത്താവ് തന്നതാണ് അച്ചോ. അവന് വിദ്യാഭ്യാസമില്ല, അവൻ അക്ഷരമറിയത്തില്ല, പക്ഷേ അവൻ പരിജ്ഞാനമുണ്ട്. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എൻ്റെ അങ്കിൾ അങ്ങ് അമേരിക്കയിലുണ്ട്, കുറച്ച് പൈസ അയച്ചു തന്നു. എവിടെ മഹത്വം? അങ്കിളിന്. ബാങ്ക് മാനേജരുമായിട്ട് വലിയ ഒരു പരിചയമുണ്ട്. അദ്ദേഹം കുറച്ച് ലോൺ തന്നു. മഹത്വം ആർക്കാണ്? ബാങ്ക് മാനേജർക്ക്. പിന്നെ ഞാൻ കുറെ നേടി, 5 പൈസ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല അച്ചോ. മഹത്വം ആർക്കാണ്? എനിക്ക്. പക്ഷേ അവൻ പറഞ്ഞ കേട്ട് ഞാൻ അന്തം വിട്ടു. അവൻ പറഞ്ഞു, കേൾക്കണോ, ക്രിസ്തുവിന് മഹത്വം കൊടുത്തുകൊണ്ട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ, വേദനയോടെ ദൈവസന്നിധി ജാഗരിച്ചപ്പോൾ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നച്ചോ എന്നാണ് അവൻ പറഞ്ഞത്. പരമഭക്തരായ ഒരു കുടുംബം ഈ കഴിഞ്ഞ എന്നോട് പറഞ്ഞു, ഒരു വീടും കൂടെ അവൻ വാങ്ങിച്ചു വന്ന്. ദൈവം വലിയവ ചെയ്തു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എസ്തറിന്റെ പുസ്തകത്തില് ഇപ്രകാരം കാണാം. 3 ദിവസക്കാലം എസ്തേറും മൊർദെഖായും പേർഷ്യാദേശം മുഴുവനായി ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ ഒത്തൊരുമയോടെ ഉപവസിച്ചു. ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. അവർ ഉപവസിച്ച് 3 ദിവസം പ്രാർത്ഥിച്ച് ജാഗരിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരെ തകർക്കുവാൻ വന്ന സംഹാരകനായ ഹാമാനിൽ നിന്നും അവരെ രക്ഷിച്ചു. എസ്തറിന്റെ പുസ്തകം വായിക്കണം. നമ്മുടെ ഭവനം തകരുമ്പോൾ, വേദനിക്കുമ്പോൾ കുടുംബമായിട്ട് ഉപവസിക്കണം, കണ്ണുനീർ തൂകണം. ശൂശൻ പട്ടണമാർത്തു സന്തോഷിച്ചു. എസ്തറിന്റെ പുസ്തകം വീട്ടിൽ പോയി വായിക്കണം. ശൂശൻ പട്ടണം കലങ്ങിപ്പോയപ്പോൾ, യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്ന ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. ആർക്കും ആരോടും സ്നേഹമില്ല, സന്തോഷമില്ല, ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്നില്ല. വേദന കൊണ്ട് വീർപ്പുമുട്ടുന്ന ഹൃദയം, ആകുലതകള്. ആദാർ മാസമായ 12-ാം മാസം 12-ാം തീയതി യഹൂദന്മാരെ മുഴുവനും കൊന്നു നശിപ്പിക്കുവാൻ മുദ്രമോതിരത്താൽ കൽപ്പന ഇറക്കിയിരിക്കുകയാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, നീ കോട്ട കാത്തുകൊള്ളണം. പ്രാർത്ഥനയാകുന്ന കോട്ട ഉയർത്തുമെങ്കിൽ, ഉപവാസമാകുന്ന കോട്ട ഉയർത്തുമെങ്കിൽ നിന്റെ ഭവനത്തോട്, വ്യക്തി ജീവിതത്തോട് അടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പിശാചിനെ വരുതിക്ക് നിർത്തുവാൻ കഴിയും. എസ്തറിന്റെ പുസ്തകത്തിൽ അതാണ് പ്രതിപാദ്യ വിഷയം. അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടനായ ഹാമാന്റെ സകല ആഗ്രഹങ്ങളെയും ദൈവം നശിപ്പിക്കുകയാണ്. ദൈവമക്കളെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മുഴങ്കാൽ മടക്കി അവർ പ്രാർത്ഥിച്ചു. ചെല്ലേണ്ടാത്ത സാഹചര്യത്തിൽ എസ്തർ രാജാവിനെ കാണാൻ ചെന്നു. വടി നീട്ടി ആഗ്രഹം തൊട്ടു. എസ്തറേ, നിന്റെ ആഗ്രഹം എന്താണ്? ഇന്നീ പകൽക്കാലം ഹൃദയം തകർന്ന് കടന്നു വന്ന വ്യക്തി ജീവിതങ്ങൾ മുഴങ്കാൽ മടക്കി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ
ഒരു തുള്ളി കണ്ണുനീരി പരിശുദ്ധാലയത്തിൽ വീഴ്ത്തുമ്പോൾ തമ്പുരാൻ ചോദിക്കും, മകനെ മകളെ, നിന്റെ ആഗ്രഹം എന്താണ്? നിന്റെ അഭിലാഷം എന്താണ്? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം. ചോദിച്ചില്ല. ഒന്നല്ല 3 പ്രാവശ്യം എസ്തേറിനോട് രാജാവ് ചോദിക്കുന്നുണ്ട്. പ്രാർത്ഥന പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം അതിശയം പ്രവർത്തിക്കുകയാണ്. ഹാമാനെ ദൈവം കഴുകിൻ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ശത്രുവിന്റെ പരാജയം നിനക്ക് കാണുവാൻ കഴിയും. മാനുഷിക ശത്രുത്വത്തെ അല്ല ഞാൻ പറഞ്ഞത്. സകല പൈശാചിക ബന്ധനങ്ങളും താളടിയാകുന്ന നിനക്ക് കാണുവാൻ കഴിയും. നിന്നോട് പോരാടുന്നോരെല്ലാം നശിച്ചയില്ലാതായിടും. പണ്ട് OVBS പഠിച്ചൊരു പാട്ട. നിന്നോട് പോരാടുന്ന സകല പൈശാചിക ബന്ധനങ്ങളെയും അതിന്റെ ശക്തിയെയും പരാജയപ്പെടുത്തുവാൻ ഈ കോട്ടയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിനെ കുറിച്ച് പറയുവാൻ പിശാച് ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ദൈവത്തോട് പിശാച് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ അവന് ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? അവന് ചുറ്റുമെന്നും മാത്രമല്ല, അവനും അവനുള്ളതിനൊക്കെയും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഇയ്യോബ് ആരായിരുന്നു? സകല പൂർവ്വദിഗ്വാസികളും മഹാനായിരുന്നു. ഇയ്യോബ് ആരായിരുന്നു? ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടതിരുന്നവനായിരുന്നു. ഒരു NNDD ബിരുദം കരസ്ഥമാക്കിയവനാ എന്ന് വേണേ പറയാം. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകരുന്നവൻ, ദൈവഭക്തൻ, NNDD. വലിയ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയാലും ഈ ഡിഗ്രി ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശനമില്ല. വലിയ ഡോക്ടറേറ്റും PhDയും ഒക്കെ കരസ്ഥമാക്കി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് കരസ്ഥമാക്കിയാലും ഇല്ലെങ്കിലും NNDD ബിരുദം വേണം. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, ആ ബിരുദം സമ്പാദിക്കണം. ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി. പിശാച് പറയുക, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് എനിക്ക് കടക്കാതിരിപ്പാൻ. നേരുള്ളവൻ അവന്റെ നേരും നിഷ്കളങ്കത്വവും ഭക്തിയും നിമിത്തം പ്രാർത്ഥനയിലൂടെ ആ ഭക്തി സമ്പാദിക്കുമ്പോൾ, ഉപവാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവം നമുക്കും നമുക്കുള്ളതിനൊക്കെയും ചുറ്റും വേലി കെട്ടും. അല്ലേ? നമുക്കും നമുക്കുള്ളതിനൊക്കെയും ചുറ്റും വേലി കെട്ടും. 91 സംഗീതത്തിൽ പറയുന്നുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തനിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഒന്ന്, കോട്ട സംരക്ഷിക്കണം. പ്രാർത്ഥനയാകുന്ന കോട്ട കെട്ടണം. മുഴങ്കാൽ മടക്കണം. ദൈവത്തെ മുറുകെ പിടിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. 2 അവിടെ പറയുന്നു. 2 കാര്യങ്ങൾ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. 2, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. 2, വഴി സൂക്ഷിച്ചു നോക്കുക. 1, കോട്ട കാത്തുകൊള്ളുക. 2, വഴി സൂക്ഷിച്ചു നോക്കുക. നമ്മുടെ വഴി, വാച്ച് ദ റോഡ്, നമ്മുടെ വഴി സൂക്ഷിക്കണം. നേരാമണ്ണമുള്ള വഴിയിലൂടെയാണോ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് സൂക്ഷിക്കണം. ഒന്ന് ചിന്തിക്കണം. കർത്താവ് താൻ അരുളി ചെയ്തു. ഗിരിപ്രഭാഷണത്തിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണാം. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി, വീതിയും വിശാലവുമായ വഴി. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി ജീവങ്കലേക്ക് പ്രവേശിക്കുന്നു. വീതിയും വിശാലവുമായ വഴി നാശത്തിലേക്ക് പോകുന്നു. ഉണ്ടോ? 2 വഴികളുണ്ട് നമുക്ക് മുമ്പിൽ. 1, വീതിയുള്ളതും വിശാലവുമായ വഴി. 2, ഇടുക്കവും ഞെരുക്കവുമുള്ള പാത. ഏതാ പ്രിഫർ ചെയ്യുന്നേ? വീതിയുള്ളതും വിശാലവുമായ വഴി. എങ്ങും ആരെയും തട്ടിയിട്ടിട്ട് പോകണ്ടായല്ലോ. അത് നിത്യനാശത്തിലേക്കാ. നൈമിഷികമായ സുഖങ്ങളും സന്തോഷവും ഒക്കെ അവിടെ ലഭിക്കും. പക്ഷേ ഇടുക്കവും ഞെരുക്കവുമുള്ള പാത എപ്പോഴും കഷ്ടപ്പാടാ, വേദനകളാ. പക്ഷെ അതുകൊണ്ട് എത്തിക്കും നമ്മെ എവിടെയാ?
എവിടെയാ? ജീവന്റെ പാതയിലേക്കാണ്, ജീവനിലേക്കാണ്, നിത്യജീവനിലേക്കാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ടാ? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻമുമ്പിൽ എന്താണ്? ഈ പാട്ട് പാടിയതാരെന്നറിയാവോ? ഓസി അലക്സാണ്ടർ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനാണ്. ഈ ഓസി അലക്സാണ്ടർ ഗ്രൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അതായത് വിമാനമൊക്കെ പറക്കുമ്പോൾ സിഗ്നൽ കൊടുക്കുന്ന, ലാസ്റ്റ് സിഗ്നൽ കൊടുക്കുന്ന ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സ് ആണ്. ഈ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സ് സിഗ്നൽ കൊടുക്കണം, പൊക്കോ, ടേക്ക് ഓഫ് ചെയ്യാൻ. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ നിന്ന് പൊങ്ങിയ UK പോയ വിമാനം തകർന്നു പോയില്ലേ? അങ്ങോട്ട് പറന്നു, അഗ്നിഗോളമായി താഴേക്ക് പതിച്ചു. അന്നൊരു നാൾ ഗ്രൗണ്ട് എഞ്ചിനീയറായ ഓസി അലക്സാണ്ടർ ഒരു വിമാനം നിറയാത്രക്കാരുമായി പറന്നുയരാൻ പോകുമ്പോൾ ലാസ്റ്റ് നിമിഷം സിഗ്നൽ കൊടുത്തു, പോകണ്ട. അനുഭവം എഴുതിയ കവിതയിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, പോകണ്ട, പോകണ്ട. പക്ഷേ ആശയവിനിമയത്തിലെ അപാകതയാവാം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാവാം. പൈലറ്റ് ശ്രദ്ധിച്ചില്ല, പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ആ വിമാനം മുകളിൽ പോയി അഗ്നിഗോളമായി നിലം പൊത്തി. ഈ ഓസി അലക്സാണ്ടർ നിലവിളിയോടെ തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വന്നിട്ട് ആ ജനൽ കമ്പികളിൽ പിടിച്ച് സമൂഹത്തോടായി ചോദിക്കുന്ന ചോദ്യമാണിത്, ജീവിത യാത്രക്കാരാ കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുമ്പിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ എന്ന് തുടങ്ങുന്ന വിമാനവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് അവിടെ. നിന്നെ വിളിക്കുന്നില്ലേ, അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് എഴുതുന്ന പാട്ട് മനോഹരമാണ്. നിങ്ങൾ വീട്ടിൽ പോയി അത് നോക്കണം, പഴയ പാട്ട് പുസ്തകത്തിലുണ്ട്. ഓസി അലക്സാണ്ടർ എഴുതിയ പാട്ടാണ്, തന്റെ അനുഭവത്തിലൂടെ. പ്രിയമുള്ളവരെ, ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ സഞ്ചരിക്കണം. അല്പമൊക്കെ കഷ്ടപ്പാടും ഞെരുക്കവും ഒക്കെ ഉണ്ടാകും, വേദനയും ഉണ്ടാകും. പക്ഷേ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? നന്മയിലേക്കാണ്. നമ്മെ കൊണ്ടെത്തിക്കുന്നത് ജീവന്റെ വഴിയിലേക്കാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കഷ്ടപ്പാടും വേദനയും നമ്മൾ നിസാരമെന്ന് നമ്മൾ എണ്ണരുത്. അത് നമ്മൾ ദൈവം ഒരുക്കുന്ന പദ്ധതിയായിട്ട് നമ്മൾ എണ്ണണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവന് ജീവകിരീടം ലഭിക്കുമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. കഷ്ടപ്പാടും ജീവിതവും വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തെ മുറുകെ പിടിക്കണം. ദൈവത്തെ അങ്ങ് മുറുകെ പിടിക്കണം. എപ്പോ കടവിൽ കടക്കുമ്പോൾ യാക്കോബ് ദൈവദൂതനുമായിട്ട് മല്ല് പിടിച്ച് മുറുകെ പിടിച്ചതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മുറുകെ പിടിക്കണം. ഒരു വിശുദ്ധൻ പറയുകയുണ്ടായി, ഡ്യൂറിങ് ഡിഫിക്കൽട്ടീസ് വി ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ്. പ്രതീക്ഷ കൈവിടരുത്. കഷ്ടപ്പാടിന്റെ നടുവിൽ വേദനകൾ കുമിഞ്ഞുകൂടുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നെണ്ണണം. പ്രതീക്ഷ കൈവിടരുത്. വി ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ്. പ്രതീക്ഷ കൈവിടരുത്. ഞാൻ ഒരു മനുഷ്യൻ, ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം നല്ല മനുഷ്യനാ, വേദപുസ്തകം കയ്യിലേന്തി പ്രാർത്ഥനയുള്ള മനുഷ്യനാ. 25-ാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടാ. 25 വയസ്സിൽ ചില്ലറ ബിസിനസ്സും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ബിസിനസ്സിൽ പരാജയം. 26-ാമത്തെ വയസ്സിൽ ബിസിനസ്സിൽ പരാജയം. 30-ാമത്തെ വയസ്സിൽ ബിസിനസ്സിൽ പരാജയം. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, ചെറുപ്പ പ്രായത്തിൽ. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തളർവാദ രോഗം പിടിപെട്ടു. വലിയ മനുഷ്യൻ. എന്നിരുന്നാലും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ല. 36-ാമത്തെ വയസ്സിൽ തളർവാദ രോഗിയായി 2 കാലുകളും തളർന്നുപോയി. എന്നാലോചിച്ച് നോക്കി. കിടക്കയിലാണ് എല്ലാം. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുന്നേറ്റു.
40-ാമത്തെ വയസ്സിൽ അദ്ദേഹം തീരുമാനമെടുത്തു, ഈ കച്ചവടത്തിന് ഞാനില്ല, ബിസിനസ് പരാജയമാണ്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചു. 40-ാമത്തെ വയസ്സിൽ തുടങ്ങി രാഷ്ട്രീയ ജീവിതം. അദ്ദേഹത്തിന്റെ അമാനുഷികമായ കഴിവുകൾ, വാക്ചാതുര്യം, വ്യക്തിപ്രഭാവമൊക്കെ കണ്ടുകൊണ്ട് 45-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ പാർട്ടിക്കാർ പിടിച്ച് ഇലക്ഷൻ നിർത്തി. തോറ്റുപോയി. 25-ൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്, എവിടെയും പരാജയം. 49-ാമത്തെ വയസ്സിൽ ഇലക്ഷൻ തോറ്റുപോയി. 53-ാമത്തെ വയസ്സിൽ ഇലക്ഷൻ തോറ്റുപോയി. 56-ാമത്തെ വയസ്സിൽ ഇലക്ഷൻ തോറ്റുപോയി. പരാജയം. ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ. പണ്ടൊരിക്കല് മനോരമ കൈത്തിരി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ സംഭവം. 60-ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി. മറ്റാരുമല്ല, എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ വിജയ ശ്രീലാളിതനായി തന്റെ അണികളൊക്കെ ആരവാരം മുഴകിക്കൊണ്ട് അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയ സിംഹാസനമാണ്. പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന വലിയ സിംഹാസനം. അദ്ദേഹം ആ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആ സിംഹാസനം ഇരിക്കാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഒരു സത്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഞാൻ അനുഭവിച്ച കണ്ണുനീര്, ഞാൻ അനുഭവിച്ച വേദനകൾ ഒക്കെ, മരണം, ദുഃഖം, ഇവയൊക്കെ ഇത്രമാത്രം വലിയ പദവി അലങ്കരിക്കുവാൻ ഞാൻ ആശ്രയിച്ചു വന്നിരുന്ന എന്റെ ദൈവം മുന്നമേ ഒരുക്കിയ ചവിട്ടുപടികളായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇത്രമാത്രം വലിയ പദവി അലങ്കരിക്കുവാൻ ദൈവം മുന്നമേ ഒരുക്കിയ ചവിട്ടുപടികൾ, സ്റ്റെപ്പ്. 25-ാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാട്, വേദന തന്നെ കൊണ്ട് എത്തിച്ചത് എവിടെയാണ്? വലിയ പദവിയിൽ. നമ്മൊഴുക്കുന്ന കണ്ണീര്, നമ്മൊഴുക്കുന്ന വേദന, സങ്കടങ്ങൾ. ഒരുപക്ഷെ നമ്മൾ പരാതിപ്പെടും, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, ഇത് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതാണ്, ഞാനിവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, ധൈര്യം പകരുവാൻ ആരുമില്ലെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഈ എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ആരുമില്ല, ഒറ്റപ്പെട്ട ജീവിതം. എന്നാൽ ആ കണ്ണുനീരും ആ വേദനയും രോഗവും, തന്റെ പ്രിയപ്പെട്ട സഖിയുടെ, സഹധർമ്മിണിയുടെ വേർപാടും, ബിസിനസ്സിലെ അമ്പേയുള്ള പരാജയവും, രാഷ്ട്രീയ ജീവിതത്തിലെ പരാജയം, പരിഹാസങ്ങളുടെയും നിന്ദകളുടെയും കൂരമ്പുകൾ ഹൃദയത്തിൽ പതിയുന്ന അനുഭവം, ഇവയൊക്കെ താൻ നിസ്സാരമെന്ന് എണ്ണിക്കൊണ്ട് കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം വലിയ പദവിയാണ് ഒരുക്കിയത്. റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുണ്ടായി, call no man a saint till he has suffered. കഷ്ടങ്ങൾ വരുന്നത് വരെയും ആരെയും വിശുദ്ധനെന്ന് പറയരുതെന്ന്. കഷ്ടപ്പാട് ജീവിതത്തിൽ വരുന്നത് വരെയും നമുക്ക് വിശുദ്ധിയില്ലെന്ന് സാരം. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കഷ്ടപ്പാട് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നാൽ ദൈവം നമ്മെ അംഗീകരിക്കുന്നുവെന്ന് സാരം. ദൈവം നമ്മെ ഏറ്റെടുത്തുവെന്ന് നാം വിശ്വസിക്കണം. കഷ്ടപ്പാടും വേദനയും കണ്ണുനീരും ജീവിതത്തിൽ ആർക്കുണ്ടാകുന്നുവോ അവരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. അവരെ ദൈവം ചേർത്ത് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഷ്ടപ്പാട് ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ ദൈവം ചേർത്ത് പിടിക്കും. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു,
കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക. 2 വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, വീതിയുള്ളതും വിശാലവുമായ വഴി. താൽക്കാലികമായ സുഖം കിട്ടും, താൽക്കാലികമായ രക്ഷ കിട്ടും, നിത്യരക്ഷ ലഭിക്കുകയില്ല. താൽക്കാലികമായ സൗഹാർദ്ദം കിട്ടും, താൽക്കാലികമായ കൂട്ടുകാരെ കിട്ടും, താൽക്കാലികമായ സ്നേഹം കിട്ടും. പക്ഷേ കൊണ്ടെത്തിക്കുന്നത് അഗാധമായ ഗർത്തത്തിലേക്കാണ്, നിത്യനാശത്തിലേക്കാണ്. കർത്താവ് പറയുന്നു, ഇടുക്കവും ഞെരുക്കവുമുള്ള പാത, അത് സങ്കടത്തിന്റെയും വിലാപത്തിന്റെയും പാതയാണ്, ദുഃഖത്തിന്റെ പാതയാണ്. ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചെന്നെത്തുവാൻ കഴിയുന്നത് നിത്യതയുടെ തുറമുഖത്തേക്കാണ്. അവിടെ കർത്താവ് നമ്മെ വാരിപ്പുണരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേദഭാഗമുണ്ട്, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം, അതിന് 4-ാമത്തെ വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരെല്ലാം തുടച്ചു കളയും. അവനവരുടെ കണ്ണിൽ നിന്നും കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനിയും ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി എന്നുള്ള സാന്ത്വന വാക്കുകൾ കേൾക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ സഞ്ചരിക്കണം. അത് നിത്യമായ ജീവങ്കലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സംഹാരകൻ നമുക്കെതിരെ കയറി വരുന്നു. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. ആപത്തനർത്ഥകൾ നിറഞ്ഞ യുദ്ധവും യുദ്ധശ്രുതികളും കേൾക്കുന്നു. മനുഷ്യന് സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാർത്ഥത ഇന്ന് കുമിഞ്ഞുകൂടുന്നു. ആർക്കും ആരോടും സഹതാപമില്ല. സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ജനതീ. എന്നാൽ ഇതൊക്കെയും അന്ത്യകാലത്തിന് ലക്ഷണമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദർഭം പാഴാക്കാതെ, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. പ്രിയമുള്ളവരെ, യെസ്റ്റർഡേ ഈസ് ഗോൺ. ഒരു വിശുദ്ധം പറഞ്ഞതാ, യെസ്റ്റർഡേ ഈസ് ഗോൺ, ഇന്നലെ കഴിഞ്ഞു പോയി. ടുമോറോ ഈസ് നോട്ട് യുവേഴ്സ്, നാളത്തെ ദിവസം നിന്റെ വകയല്ല. ബട്ട് ടുഡേ ഈസ് യുവേഴ്സ്. ഇന്നലെ കഴിഞ്ഞു പോയി, നാളത്തെ ദിവസം നിന്റെ അല്ല. ബട്ട് ടുഡേ ദിസ് മൊമെന്റ് ഈസ് യുവേഴ്സ്. ഈ ലഭിച്ചിരിക്കുന്ന അവസരം നമുക്ക് ദൈവം സ്വന്തമായി തന്നിരിക്കുക. മനസ്സാന്തരപ്പെടുവാൻ, അനുദപിക്കുവാൻ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തെ ഓർത്ത് സ്തോത്രം. കർത്താവേ, സംഹാരകൻ ഞങ്ങൾക്കെതിരെ വരുന്നുവെന്നും അതിനെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയാകുന്ന കോട്ടകൾ, ഉപവാസമാകുന്ന കോട്ടകൾ കെട്ടണമെന്നും ഞങ്ങളുടെ വഴി ഏതാണെന്ന് സൂക്ഷിച്ചു നോക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണമേ. വചനാനുസൃതം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വം അങ്ങെടുക്കണമേ. സർവ്വം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.